കുംഭമേളയിൽ വൈറലായ മൊണാലിസ കേരളത്തിലേക്ക് അഭയം തേടി വന്നു. മൊണാലിസയുടെ കാമുകനും അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അവർ തമ്മിൽ വിവാഹം കഴിച്ച് ഇന്നലെ മുതൽ ഉയരുന്നത് ഈ പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല, മതം മാറുമോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ അതൊക്കെയാണല്ലോ ചർച്ചാ വിഷയം. ഒരു ഹിന്ദു, ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ, ഒരു ഹിന്ദു ഒക്കെ വിവാഹം കഴിച്ചാൽ ആദ്യം അറിയേണ്ടത് ചെറുക്കന്റെ മതത്തിലേക്ക് പോകുമോ അല്ലെ പെണ്ണിന്റെ മതത്തിലേക്ക് ചെറുക്കൻ വരുമോ, ഇതൊക്കെയാണ്. അപ്പൊ ഇന്ന് മൊണാലിസ പത്രസമ്മേളനം നടത്തി പറഞ്ഞു മതം മാറുന്നില്ല. കുങ്കുമൊക്കെ തലയിൽ സിന്ദൂരമൊക്കെ ഇട്ടുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ മീറ്റ് ദ പ്രസ് വന്നത്. ഇവിടെ അതൊന്നും അല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അതായത് മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല, പക്ഷെ ഇവര് ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും കാണിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് 2025 പുതുക്കിയതാണ്. പുതിയ ഫോട്ടോയൊക്കെ വെച്ച് പുതുക്കിയ ആധാർ കാർഡ്. അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ യഥാർത്ഥ പേര് മോനി ഭോസ്ലെ എന്നാണ് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര്. ഈ കൊണ്ടുവന്ന ജനന സർട്ടിഫിക്കറ്റിലും ആധാറിലും മൊണാലിസ എന്നാണ് പേര്. എങ്ങനെ ഇത് വന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾക്ക് വയസ്സ് 18 നിങ്ങൾ റിയൽ കേരള സ്റ്റോറി അറിയിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഈ മോനി ഭോസ്ല എന്ന പേര് എങ്ങനെ വിളിപ്പേരായ മൊണാലിസയ്ക്ക് മാറി എന്നാണ്. ചിലപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ ട്രോളൊക്കെ സജീവമാകുന്ന സമയത്ത് ഈ ട്രോൾ ഉണ്ടാക്കുന്നവർ ഈ ആരെങ്കിലുമൊക്കെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ വേണ്ടി ഈ കൃത്രിമമായിട്ട് ഫോട്ടോകളൊക്കെ തയ്യാറാക്കുമല്ലോ. അപ്പോൾ അതിനെ പൊളിക്കാൻ വേണ്ടി താഴെ വരുന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, സുക്കൂർ ഫോട്ടോഷോപ്പ് പഠിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. മോനി ഭോസ്ലെ മൊണാലിസ ആയത് എന്തും ആയിക്കോട്ടെ, അവർക്ക് 16, 17, 18 എത്ര വേണേലും വയസ്സായിക്കോട്ടെ. ഇവിടെ CPM പോയി പെട്ടു എന്നുള്ളതാണ് വാസ്തവം. കാരണം CPM കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് എടുക്കുന്ന ഒരു നിലപാടുണ്ട്, ഒരു തന്ത്രമുണ്ട്. അതായത് എവിടെ കാറ്റുണ്ടോ അവിടെ പാറ്റുക. അതായത് ആരാണോ വാർത്താ താരം അവരെങ്ങ് ഏറ്റെടുക്കുക. ചെറിയ 2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മന്ത്രി വീണ ജോർജ്, അവരുടെ മണ്ഡലത്തിൽ ഏതോ ഒരു കുട്ടി, ഏതോ കേശു എന്നോ അങ്ങനെ എന്താണ് പേര്, എനിക്ക് ആ കുട്ടിയുടെ പേര് ഓർക്കുന്നില്ല. ആ കുട്ടി എന്തോ ബിർണാണി വേണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ഏറ്റെടുക്കുന്നു. അംഗൻവാടിയിൽ അന്ന് മുതൽ ബിർണാണി, അല്ല ഈ ബിർണാണി കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തികാവസ്ഥയിലാണോ, അല്ലെങ്കിൽ അതിനുള്ള സംഗതികൾ ഈ അംഗൻവാടികളിൽ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ CPM ഇപ്പോൾ സമീപകാലത്ത് ഉദ്ദേശിക്കുന്ന ഒരു തന്ത്രം എന്താ വെച്ചാൽ ആ ഒരു സംഗതി അങ്ങ് ടേക്ക് ഓവർ ചെയ്യുക, അതിൽ നിന്നും കിട്ടുന്ന വാർത്താ പ്രാധാന്യം, അതിൻ്റെ അവകാശം അങ്ങ് പറ്റുക. വേടന്റെ കാര്യം, വേടന്റെ ഇപ്പം മോനി ഭോസ്ലെ മൊണാലിസ, ഈ വേടന്റെ യഥാർത്ഥ പേരെന്താണാവോ അറിയാവോ? മുരളീദാസ്. എന്തോ ആയിക്കോട്ടെ, വേടനെ അങ്ങ് ദത്തെടുക്കുക. കാര്യം വേടന്റെ അനുയായി, വേടൻ ഒരു വാർത്താ താരമാണ്, വേടന് വലിയ ഫാൻ ഫോളോവിംഗ് ഉണ്ട്. അപ്പോൾ വേടനെ അങ്ങ് ദത്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വാങ്ങൽ നമുക്കും കിട്ടുക. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ എന്തൊക്കെ ഒരു വൈറൽ സാധ്യതയുണ്ടോ അതിനെ മുഴുവൻ അങ്ങോട്ട് ഏറ്റെടുക്കുക. വാസ്തവത്തിൽ ഈ ഒരു മൊണാലിസയുടെ വിവാഹം നടത്തി കൊടുക്കേണ്ട, അതിനു വേണ്ടിയിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നിട്ടിറങ്ങുക, അല്ലെങ്കിൽ A.A. റഹീമിനെ പോലെയുള്ള, ഇപ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള A.A. റഹീം MP, ഇവരൊക്കെ എടുക്കുമ്പോൾ CPM കരുതിയത് എന്താ, ഒരു ഹിന്ദു മുസ്ലിം വിവാഹം പാർട്ടിയായിട്ട് നടത്തി കൊടുക്കുന്നു. അപ്പോൾ ഈ സോക്കാൾഡ് ഈ സംഘപരിവാർ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ ഘർ വാപ്പസിയും അതേപോലെ തന്നെ ലവ് ജിഹാദും, ഇതിനെതിരെയുള്ള CPMന്റെ 2 മുഖങ്ങളായിട്ട് അവതരിപ്പിക്കാൻ എന്ന് കരുതി കാണും ഇവർ രണ്ടുപേരെ. അതുകൊണ്ടായിരിക്കും അത്ര ആവേശത്തോടെ ഇത് ഏറ്റെടുത്തത്. ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ, ഈ കുട്ടി പറയുന്നത് മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ, അവരിത് അംഗീകരിക്കുന്നില്ല. അവരുടെ അവസ്ഥ എന്താണ്, അവർ ഈ കാര്യത്തിൽ ഇനി ഇവർക്കെതിരെ ആരോപണമായിട്ട് രംഗത്ത് വരും നമുക്കറിയില്ല. ഏതായാലും ഇത് ശൈശവ വിവാഹമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ CPM വിഷയത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് ഇപ്പൊ മൊണാലിസയേക്കാൾ വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ CPMനായിട്ട് വന്നേക്കാണ്. ഇതിന്റെ വാസ്തവം എന്താണ്? ഈ 16, 17 വയസ്സുള്ള ഈ കുട്ടിയാണോ, മറ്റേ ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു, മറ്റേ മിഥുനത്തിൽ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയാണോ മുതലാളി കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രേമിച്ച് എന്ന് പറഞ്ഞതുപോലുള്ള അവസ്ഥയിൽ ഈ കുട്ടി കഴിഞ്ഞ കുംഭമേളയ്ക്കോ മറ്റോ അവിടെ വള വിൽപ്പനയ്ക്ക് വന്ന്, അന്ന് ഒരു സ്കൂൾ കുട്ടിയാണ്, കണ്ണുകളിലെ ഒരു പ്രത്യേകത കൊണ്ട് ഒരു ഫോട്ടോ വന്നു, അങ്ങനെ ഒരു വൈറൽ താരമായി. പിന്നെ സോഷ്യൽ മീഡിയയിൽ അവരെന്തോ ഇപ്പോൾ വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം പിന്നെ നമ്മൾ മൊണാലിസയെ പരിചയമുള്ള നമ്മുടെ ബോച്ചയെ, അതായത് മറ്റേ ഹണി റോസ് പരാതി കൊടുത്തപ്പോൾ ഇനി സെലിബ്രിറ്റികൾ ഒന്നും വേണ്ട
യഥാർത്ഥ സെലിബ്രിറ്റി ഇതേപോലെയുള്ള മൊണാലിസമാരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബോച്ചെ മൊണാലിസയെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ ഈ മൊണാലിസ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതെ, ഇന്ന് പ്രസ് മീറ്റ് അവർ നടത്തി. അതിൽ പറയുന്നത് താൻ മതം മാറിയിട്ടില്ല, ഇപ്പോഴും ഹിന്ദുവാണ്, ഭർത്താവും മുസ്ലിം മതത്തിലാണ് തുടരുന്നത്, ഇരുവരും മതം മാറിയിട്ടില്ല, വിവാഹം ആചാരപ്രകാരം ക്ഷേത്രത്തിലാണ് നടത്തിയത്, ലവ് ജിഹാദ് എന്ന് പറയുന്നത് തെറ്റായ പ്രചാരമാണ്, ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം ചെയ്തവരാണ്, ആരും നിർബന്ധിച്ചിട്ടില്ല. വിവാഹത്തെക്കുറിച്ച് മൊണാലിസയുടെ വീട്ടുകാർ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു വിവാഹം നടത്താൻ വീട്ടുകാർ ശ്രമിച്ചു, അതുകൊണ്ടാണ് അവൾ എന്നോടൊപ്പം ഇറങ്ങി വന്നത്, ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തെന്നാണ് ഈ വിവാഹം കഴിച്ച ആള് പറയുന്നത്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവ കാണിച്ച് പ്രായപൂർത്തിയായ ആളാണ് എന്ന് കൃത്യമായി തെളിയിച്ചതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. ഒരു സിനിമയുടെ ഭാഗമായി കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ചാണ് ഇയാളെ പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് ഇഷ്ടം തുടങ്ങിയത്. നാഗമ്മ എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയുമായി ബന്ധപ്പെട്ടാണ് മലയാള സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് ഇയാളെ പരിചയപ്പെടുന്നത്. ഈ മൊണാലിസ അതിൽ ഹീറോയിനും ഭർത്താവ് വില്ലനുമായിട്ടാണ് അഭിനയിക്കുന്നത്. ജീവിതത്തിലും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. കേരളത്തിലെ ആളുകൾ നല്ലവരാണ്. അവർ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി കേരളത്തിലെ ആളുകളൊക്കെ നല്ലവരാണ്. അതുകൊണ്ട് കേരളത്തിൽ തന്നെ സ്ഥിരം താമസിക്കാനാണ് അവരുടെ ആഗ്രഹം. അതൊരു നല്ലൊരു ആശയമാണ്, കേരളത്തിൽ തന്നെ താമസിക്കണം. ഇപ്പൊ സാധാരണ ഇപ്പൊ സെലിബ്രിറ്റികൾ ഏറ്റെടുക്കുമല്ലോ. അല്ല ഇപ്പോഴത്തെ ഒരു സെലിബ്രിറ്റികൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇനി രാവിലെ തൊട്ട് മോളൂസ് രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി കേട്ടോ, ഇമാതിരി കുറെ റീൽസ് ഒക്കെ ഉണ്ടാക്കി അല്ല അങ്ങനെ കുറെ ഇപ്പോ ഏതോ ഒരു ട്രോളിൽ വന്നതാണ്. കേരളത്തിലെ ഏറ്റവും നല്ല നാണ്യവിള യൂട്യൂബാണത്രേ എന്ന് പറയുന്നത് പോലെ ഇതേപോലെ അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് കേരളത്തിൽ ഇപ്പോൾ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയും അനുകൂല കാലാവസ്ഥയുമാണ്. വേണമെങ്കിൽ കുറച്ച് റീലൊക്കെ ചെയ്ത് മൊണാലിസ അവിടെ എന്താണോ ചെയ്ത് അതേപോലെ ഇവിടെ അങ്ങ് കഴിഞ്ഞു കൂടാം. പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ CPM ഒരു വല്ലാത്തൊരു ഏടാകൂടത്തെ എടുത്ത് തലയിൽ വെച്ചു. കാര്യം ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തിയിട്ട്, ഒരു ആവേശത്തിന് എടുത്ത് ചാടുന്നതിന് മുമ്പ് ഒരു വ്യക്തത വരുത്തുന്നത് നല്ലതാണ്. കാര്യം CPM ഉദ്ദേശിച്ചിത്രേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘപരിവാർ ഉള്ള പ്രൊപ്പഗൻഡ ഉണ്ടല്ലോ, ലവ് ജിഹാദ് എന്നോ അല്ലെങ്കിൽ ഇവിടെ കേരളം ഒരു മതേതര സമൂഹമാണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും സമാധാനവും ശാന്തിയോടെ ജീവിക്കാം എന്ന് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലോട്ട് വിളിച്ചു പറയാനൊരു പ്രതീകം എന്ന നിലയിലാണ് ഈ മൊണാലിസയുടെ കല്യാണം അവർ ഏറ്റെടുത്തത്. പക്ഷേ ഒരു ആവേശത്തിൽ എടുത്ത് ചാടുന്നതിന് മുമ്പ് ഇത് പ്രോപ്പർ സംഗതി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടി. ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ചയുടെ അവസ്ഥയല്ല, ചൂടുവെള്ളത്തിൽ വീണ ചൂടുപാലിൽ വീണ പൂച്ചയുടെ അവസ്ഥയായി. അല്ല, ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇനി വരാൻ പോകുന്നത് ഈ കലിപ്പനും കാന്താരിമാരും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടെന്ന്. അപ്പൊ അവരെല്ലാവരും ഇനി ഞങ്ങളുടെ കാര്യത്തിലും ഒരു ഇടപെടൽ വേണമെന്നും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ സമീപനം എന്നുള്ളത് കൂടി ആലോചിക്കണം. അത് ശരിയാ. കാരണം ഈ ഒരു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, ഈ സമയത്ത് കുറെ ആളുകളെ കൂടെ ചേർത്ത് നിർത്താം എന്നുള്ളതിന്റെ ഒരു ദുരുദ്ദേശം കൂടി ആയിരിക്കും CPM ഇപ്പൊ ചെയ്തത്. പക്ഷേ ഇത് അവർക്ക് തന്നെ തലവേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അന്ന് കുംഭമേള നടന്നപ്പം ഈ പെൺകുട്ടിയുടെ പ്രായം 15 or 16 കുംഭമേള നടന്നിട്ട് ഇപ്പൊ 1 വർഷം പിതാവിനെ സഹായിക്കാൻ വേണ്ടി കച്ചവടം. ഒരു കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് ഇവിടെ സുരക്ഷിത എന്ന കാരണം നമ്മൾ തന്നെ വാർത്ത ചെയ്ത് ചോദിച്ചതാണ്. അതിനിടയ്ക്ക് പെൺകുട്ടി എങ്ങനെയാണ് കുംഭമേള കഴിഞ്ഞിട്ട് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് 15 വയസ്സായ പെൺകുട്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ 16 വയസ്സായ പെൺകുട്ടിക്ക് എങ്ങനെയാണ് 18 വയസ്സായതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും മൊണാലിസയുടെ കാര്യത്തിൽ ഇപ്പൊ ഹിന്ദു സംഘടനകളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വലിയ ആവേശമാണ്. 18 തികയാതെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇവരെയൊക്കെ കുടുംബത്തിൽ 18 കഴിഞ്ഞിട്ടാണോ പലരും കിട്ടിയെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇപ്പൊ അവരൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. CPM ഒരു ഭാഗത്തൂടെ കുത്താൻ കിട്ടുന്ന അവസരം ഒക്കെ ഒന്ന് മുതലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എങ്കിലും 18 വയസ്സ് തികയാതെയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഒരു സംസ്ഥാനത്തെ സർക്കാർ മുന്നിട്ട് നിന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. സർക്കാരല്ല, CPM. പിണറായി വിജയൻ ആ പരിസരത്ത് പോയിട്ടില്ല, അതുകൊണ്ട് അതേ രക്ഷപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.